ഒറ്റ വരി ഞാൻ പറഞ്ഞ തെറ്റിദ്ധരിച്ചു തോന്നുന്നു. ഞാൻ ചിരിച്ചു കളിച്ച് ജനങ്ങളുമായിട്ട് അങ്ങനെ ഇടപഴകി നിൽക്കുന്നവരാണ് നല്ല നേതാവ് എന്ന അർത്ഥത്തിലേ അല്ല ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാവും. ചിലർ കുറച്ച് ഗൗരവക്കാരായിരിക്കാം, ചിലരല്ലാതെ ചിരിച്ചിടപെടുന്നവരുണ്ടാവും, നായനാരെ പോലുള്ള നേതാക്കളുണ്ട്. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്. അരഗൻ്റ് ആവുക എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. മാത്രമല്ല പൊതുവേദികളുടെ പ്രസംഗം മാത്രമല്ല ഒരു മുഖ്യമന്ത്രി നിർണ്ണയിക്കുന്നത്, പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ അതിലേക്ക് എൻ്റെ ഒരു ഉദാഹരണം ഞാനിത് പറയാനുള്ള കാര്യം, ഞാൻ സുജിയിലേക്ക് വരാം. ഒരൊറ്റ പോയിന്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ സ്മൃതി പറയുന്നു എനിക്ക് പ്രതീക്ഷയില്ല ഈ സർക്കാരിൽ. എന്തിലാണ് പ്രതീക്ഷ? സർക്കാരിൽ പ്രതീക്ഷയില്ല എന്നല്ല ഞാൻ പറഞ്ഞ. പാർട്ടി തിരുത്തുമോ എന്നാണ് നമ്മുടെ ചോദ്യം. പാർട്ടി തിരുത്തുമോ എന്ന് ചോദിക്കുമ്പോൾ പാർട്ടിയുടെ തലപ്പത്ത് ആദ്യം തിരുത്തണം. തിരുത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നേതാക്കൾ അതിനകത്ത് പ്രതികരിക്കുന്നത്. എം വി ഗോവിന്ദനൊക്കെ അവസാനമൊക്കെ എങ്ങനെ പ്രതികരിച്ചെന്നും പിന്നീട് എങ്ങനെ പ്രതികരിക്കേണ്ടി വന്നു നമ്മൾ കണ്ടാണ്. ഇതിനിടയ്ക്ക് ശേഷം ജനക്ഷേമ പദ്ധതികൾ ഈ സർക്കാർ നടപ്പിലാക്കാത്തത് കൊണ്ട് ജനസാമാന്യമാകുന്നു. പക്ഷെ അടിസ്ഥാനമായ ഒരു ചോദ്യം നമ്മൾ അവിടെയും ചോദിക്കാതെ പോകുന്നുണ്ട്. ഈ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന കാരണം എന്താണ്? ഇതൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പിലും പറഞ്ഞതാണല്ലോ. ജനത്തിന് എന്തൊക്കെ ബോധ്യമായി. ഒരു മിനിറ്റ്. കേന്ദ്രത്തിൽ നിന്നും കിട്ടാത്തത് കിട്ടിയിട്ടില്ല, അതൊരു സത്യം തന്നെ. അത് അവിടെ നിൽക്കുമ്പോഴും ഇവിടെ നമുക്ക് വയറ് മുറുക്കി ജീവിക്കാം, മുണ്ടുമുറുക്കി ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിദേശയാത്ര നടത്തുന്നതും സർക്കാർ ഖജനാവിന്റെ ഫണ്ടിലാണോ? ലെറ്റ് മീ കംപ്ലീറ്റ്. നവകേരള യാത്ര എന്ന് പറഞ്ഞൊരു യാത്ര നടത്തിയല്ലോ. ആ നവകേരള യാത്ര നടത്താനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ നവകേരള യാത്ര നാട്ടുകാരുമായി സംസാരിക്കാനായിരുന്നില്ല, പൗരപ്രമുഖരുമായി സംസാരിക്കാനായിരുന്നു. ആ ബസ് യാത്രയ്ക്ക് മത്സ്യത്തൊഴിലാളികളുണ്ട്, സാധാരണ എൻജിഒയിൽപ്പെട്ടവരുണ്ട്, സാധാരണ പ്രവർത്തകരുണ്ട്. അതൊക്കെ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്ന പൗരപ്രമുഖരല്ല. ഞാൻ പറഞ്ഞത് സെലക്റ്റീവായ ചിത്രീകരണം നടക്കുന്നുണ്ട്. നവകേരള സദസ്സിന്റെ ലക്ഷ്യത്തെ പരാജയപ്പെടുത്തിയത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. നവകേരള സദസ്സ് യഥാർത്ഥത്തിൽ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് സാമ്പത്തിക ബാധ്യത ഞങ്ങൾക്കുണ്ടെന്നും ആ സാമ്പത്തിക ബാധ്യതയുടെ കാരണം കേന്ദ്ര സർക്കാരാണെന്നും പറയാനുള്ള യാത്രയാണ്. പക്ഷേ അതിനെ സർക്കാർ അവതരിപ്പിച്ച രീതി തെറ്റാണെന്ന് ഞാൻ പറയും. പക്ഷേ അത് വേണ്ടായിരുന്നു എന്നൊരു അഭിപ്രായക്കാരനല്ല ഞാൻ. പക്ഷേ ഒന്നാമത്തെ കാര്യം, നവകേരള യാത്ര ആദ്യം കേന്ദ്ര സർക്കാരിനെതിരെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നീട് എന്തിനാണ് മാറ്റി പറഞ്ഞത്? അവിടെ നമ്മൾ നോക്കൂ, അവിടെ നമ്മൾ എങ്ങനെയാണ് അതിനെ ചിത്രീകരിക്കുന്നത്? അല്ല, സാമ്പത്തിക ബാധ്യത ഈ സർക്കാരിനുണ്ട് എന്നുള്ളതും അത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നുള്ളതും നമ്മൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ചർച്ച ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് നമ്മുടെ കയ്യിൽ പണം ഇല്ല. എന്റെ കയ്യിൽ പൈസ ഇല്ല. എനിക്ക് ശമ്പളം തരാത്ത നമ്മുടെ മാനേജ്മെന്റ് ആണ്. അങ്ങനെ ഒരു തീരുമാനം വരുന്നു, അങ്ങനെ ഒരു വിഷയം വരുന്നു. അപ്പോൾ മാനേജ്മെന്റ് ശമ്പളം തന്നില്ലെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലൊക്കെ കടം വാങ്ങി ധൂർത്തടിച്ച് ജീവിക്കൂ. അങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് കാണിക്കുന്നവരുണ്ടല്ലോ. ഞാൻ ശമ്പളം ഇല്ലാണ്ട് ഞാൻ ഇവിടെ ഭയങ്കരമായി പൈസ ചെലവാക്കി ജീവിക്കുന്നു. ചോദിക്കില്ലേ എവിടെ നിന്ന് അല്ലല്ല, അവിടെ ഒരു പ്രശ്നം. നോക്കൂ സ്മൃതി, ഞാൻ സ്മൃതിയോട് അവിടെയും വളരെ പൊളൈറ്റായിട്ട് വിയോജിക്കുന്ന ഒരേ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ വസ്തുതകളെ ഒരു ഘട്ടത്തിൽ നമ്മൾ പറയും, അതിനുശേഷം അത് മറച്ചു വെച്ചുകൊണ്ട് വേറൊരു ചർച്ചയിലേക്ക് പോകും. ഇവിടെ അടിസ്ഥാനമായ പ്രശ്നം സർക്കാരിന് സമ്പത്തില്ല എന്നുള്ളത്. ഒറ്റ ചോദ്യമുള്ളൂ. നാളെ വി ഡി സതീശനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുന്നതെങ്കിൽ ഈ സാമ്പത്തികാവസ്ഥ എങ്ങനെ പരിഹരിക്കും? സാമ്പത്തികാവസ്ഥ പരിഹരിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, സാമ്പത്തികാവസ്ഥ പരിഹരിക്കുന്നില്ലെങ്കിൽ അത് പറയണം. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയണം. ജീവിക്കണമെന്നേ അത് പറയാൻ ജനം കേൾക്കില്ലേ? നിങ്ങൾ പറയുമ്പോൾ തിരുവനന്തപുരത്ത് പറയുമ്പോൾ എന്താ നിങ്ങൾ പറയുന്നത്? പൗരപ്രമുഖരെ കിട്ടിയല്ലോ. ഇത് തന്നെ 2019 കിട്ടിയതല്ലേ സ്മൃതി? അതവിടെ ഉണ്ടാവും. അത് സർക്കാരിനെതിരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ട്. പക്ഷേ നമ്മൾ പറയുമ്പോൾ എൻ്റെ ആർഗ്യുമെന്റ് ഇത്രയേ ഉള്ളൂ. സ്മൃതി പറഞ്ഞതുപോലെ കാണിക്കുന്നത് എന്താണ്, കാണിക്കപ്പെടുന്നത് എന്താണ് എന്നൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നവകേരള സദസ്സിന്റെ ലക്ഷ്യം ഇതാണ് എന്ന് അവസാന ഘട്ടത്തിൽ സർക്കാർ പറയുമ്പോൾ നമ്മൾ കാണുന്നത് അതുമായി ബന്ധപ്പെട്ട പൗരസദസ്സാണ്. പക്ഷെ അവിടെ അതിനെ നശിപ്പിച്ചത് എന്താണ്? നമ്മൾ നടത്തിയ സർവേ തന്നെ തള്ളിക്കളയുകയാണോ? ആ സർവേ എന്താണ് തെളിഞ്ഞത്? ഈ സർവേകൾ എന്താ പറയുന്നത്? ചിത്രീകരിക്കുന്നതല്ലേ പ്രതീതി. ആ പ്രതീതിയല്ലേ ജനങ്ങളിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായി അവർക്ക് എവിടെ നിന്നാണ് മറ്റൊരു കണ്ടന്റ് കിട്ടുക? പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ള. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ജാഗ്രത കാണിക്കണം പാർട്ടി. പക്ഷെ അതേസമയം രാഷ്ട്രീയ പ്രവർത്തനത്തിലെടുത്ത നിലപാട് മാറ്റണമെന്ന അഭിപ്രായം എനിക്കില്ല. അത് സുപ്രീം കോടതിയുടെ ശബരിമല വിധിയാണെങ്കിൽ പോലും. Meet the editors.